ഹലോ എവ്രി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് കള്ളം എന്ന സിനിമയിലെ കാസ്റ്റാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഒരു അതെ, ഒരു റിലീസ് ആവാൻ പോവാണ്, ഒരു വലിയ വിശേഷം നടക്കാൻ പോവാണ്. ഹാപ്പി അല്ലേ? അതെ, നിങ്ങൾ മൂന്നേരം ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പം നമുക്ക് സിനിമയിൽ നിന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. കള്ളം എന്ന സിനിമ ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? കള്ളം ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ ഒരു കള്ളമാണ്. ആ കള്ളം എന്താണെന്ന് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. അത് പറഞ്ഞ കഥ പറയേണ്ട അവസ്ഥയില് നല്ലൊരു സ്ലോ പേസ് ആയിട്ട് പോകുന്ന ഒരു ത്രില്ലർ മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഏതൊരു സ്ഥലത്ത്, കാസർഗോഡ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് സമാനമായ രീതിയിൽ ഒരു കള്ളം, ഇതേപോലത്തെ ഒരു കള്ളം നടന്നിട്ടുണ്ട്. അപ്പൊ അത് സിനിമ കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും. പൊതുവെ നമ്മുടെ ഓഡിയൻസിന് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് റിയൽ ലൈഫ് സ്റ്റോറി സിനിമയായിട്ട് കാണുമ്പോൾ. അപ്പം അങ്ങനെ ഒരു കഥ, ഒരു ഇത് ശരിക്കും റിയൽ ലൈഫ് ആണെങ്കിൽ ആൾക്കാർ, ഇപ്പം നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ആൾക്കാർ ഇതേപോലെ അക്സെപ്റ്റ് ചെയ്യും, പിടിച്ചിരുത്താൻ പറ്റും എന്നുള്ള വിശ്വാസം ഉണ്ട് ഈ കള്ളം എന്ന സിനിമയ്ക്ക്. ഉറപ്പായിട്ടും ഉണ്ടാവും, ആ ഒരു എലമെന്റ് ഉണ്ടെന്ന്. തീർച്ചയായിട്ടും ഉണ്ട്. പിടിച്ചിരുത്താൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, സോഷ്യൽ റെലവൻസി. അപ്പം നിങ്ങളുടെ ക്യാരക്ടറിനെ പറ്റി പറയാമോ? കള്ളം എന്ന സിനിമയിൽ നിങ്ങൾ എങ്ങനെയാണ് വരുന്നത്? അത് ക്യാരക്ടറിന്റെ പേര് ഷെമിൻ എന്നാണ്. അപ്പോൾ ഞാനും പിന്നെ ഷെമിൻ ആൻഡ് ആനന്ദ് എന്ന് പറഞ്ഞ രണ്ട് ക്യാരക്ടേഴ്സ്. നമ്മൾ ജേർണലിസ്റ്റ് ആണ്. അപ്പോൾ കള്ളം അന്വേഷിക്കാനുള്ള ഒരു പുറപ്പാടിൽ വരുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ടൈപ്പാണ്. അങ്ങനെ വരുന്ന ക്യാരക്ടേഴ്സ് ആണ് ആനന്ദ് ആൻഡ് ഷെമിൻ. കുറച്ചുകൂടി ബോൾഡ് ടൈപ്പ് ക്യാരക്ടറാണ്. അതെ, കുറച്ച് ബോൾഡാണ്. അപ്പം ഞാൻ എൻ്റെ പ്രീവിയസ് മൂവീസ് ഹോമേഡ് ലൈല, ഭഗവാൻ ദാസിൽ അതിനകത്തൊക്കെ ചെയ്ത പോലത്തെ ക്യാരക്ടേഴ്സ് അല്ല. അത് തന്നെയാണ് എന്നെ അത് കുറച്ചുകൂടെ റൊമാൻറ്റിക് ടൈപ്പ് അല്ലേ പൊതുവെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ്? റൊമാൻറ്റിക് ആയിരുന്നു. പിന്നെ സെയിം ഏജ്, എൻ്റെ സെയിം ഏജിലുള്ള ക്യാരക്ടേഴ്സ് ആണ് ഞാൻ ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടി മെച്ചുവേർഡ് ആയിട്ട്, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള, അത്രയും പറഞ്ഞൊരു ഏജ് അങ്ങനെയല്ല, എന്നാലും കുറച്ചൊരു മെച്ചുവേർഡ് ആയിട്ടുള്ള ക്യാരക്ടർ. എന്നാലും ഇപ്പൊ റിയൽ ലൈഫിലെ ആളും ശരിക്കും മെച്ചോർഡ് ആണോ? ഐ മീൻ നന്ദന മെച്ചോർഡ് ആണോ? ആണോ നിങ്ങൾക്ക് എന്താ തോന്നിയ സെറ്റിലൊക്കെ? അത് തന്നെ വലിയൊരു കള്ളാണില്ലേ? അങ്ങനെയൊക്കെ അഭിനയിക്കും, പക്ഷെ അതെ, അല്ല അങ്ങനെയുള്ള മെച്ചുവേർഡ് ആവേണ്ട സ്ഥലത്ത് മെച്ചുവേർഡ് ആണ്. എനിക്കൊന്ന് എന്റെ പ്രായത്തിനെക്കാട്ടിലും എനിക്ക് മെച്ചുവേർഡ് ഓക്കെ. അത് പൊതുവെ എല്ലാരും അങ്ങനെ പറഞ്ഞ ആശ്വസിക്കല്ലേ? അപ്പൊ റിയൽ ലൈഫിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നോ? കുറച്ച് ഡിഫറെന്റ് ആണ്. ഇതിപ്പോ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ അങ്ങനെയാണ്. ഏകദേശം എന്റെ ഏജിലുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടില്ല. അതന്നെ ഒരു വലിയൊരു ടാസ്ക് അല്ലേ? അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അത് നമ്മള് കള്ളം സിനിമയുടെ പേരാണ്. ഇതൊക്കെ ഇന്റർവ്യൂവിൽ ഇങ്ങനെ പബ്ലിക് ആയിട്ട് എല്ലാവരും കാണും. അപ്പൊ നമുക്ക് കമന്റ്സ് ക്രഷെങ്കിലും അത് സമ്മതിച്ചു. അപ്പൊ കുഴപ്പമില്ല. അതുകൊണ്ട് റിലേഷൻഷിപ്പിൽ സമയം കിട്ടാനുണ്ട്. എങ്ങനെ സെലിബ്രിറ്റി ക്രഷ് ആണ് അത്? പൊതുവെയുള്ള ഒരു ക്രഷ്. നിങ്ങൾക്ക് സെലിബ്രിറ്റി ക്രഷ് ഒക്കെ ഉണ്ടോ? നിങ്ങൾക്ക് ഉണ്ടോ? ആനുണ്ടോ സെലിബ്രിറ്റി ക്രഷ്? ആക്ടേഴ്സ് ഉണ്ടല്ലോ, എല്ലാവരും ക്രഷാണ്. അഖിലിനോ? എനിക്ക് അങ്ങനെ ഇല്ല. അതുകൊണ്ട് സേഫ് വേർഡ് പിടിച്ചാണ്. എങ്ങാനും വീഡിയോ കണ്ടാലോ? അങ്ങനല്ല, അങ്ങനെ സെലിബ്രിറ്റീസിനോട് അങ്ങനെ ക്രഷ് തോന്നിയിട്ടൊന്നുമില്ല. അവര് ചെയ്യുന്ന വർക്കും കാര്യങ്ങളൊക്കെ കണ്ട് ഒരു ആരാധന, അങ്ങനെ സംഭവമൊക്കെ തോന്നി. ക്രഷും തോന്നി. സേഫ് സോണ് പിടിക്കാനൊക്കെ. അപ്പൊ ഓക്കെ, ക്യാരക്ടർ ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലേ? അഖിലിന്റെ ക്യാരക്ടർ? എന്റെ ക്യാരക്ടർ ഇതില് ഒരു അഡ്വക്കേറ്റ് ആണ്, ശ്രീകാന്ത് എന്നാണ് പേര്.
ഓ ഒരാള് ജേർണലിസ്റ്റ്, ഒരാള് അഡ്വക്കേറ്റ്, നമ്മളൊക്കെ ഒരു ഫ്രണ്ട്സ് ആയിട്ട് വരുന്ന ഒരു ഇതാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പിംഗ് മെന്റാലിറ്റി. അതെ 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 അതെ. പിന്നെ അങ്ങനെ ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ ഒന്നല്ല, ഒരു നല്ലൊരു ഫണ്ണി ആയിട്ടുള്ളൊരു അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിട്ടാണ്. ലൈക്ക് ഭയങ്കര ഫണ്ണി മോഡ് പിടിക്കുന്ന ഒരാളാണോ? ഫണ്ണി മോഡ് എന്ന് വെച്ചാൽ അങ്ങനെ സീരിയസ് ആയ കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് സീരിയസ് ഇതൊക്കെ സിമ്പിൾ അങ്ങനെ ആലോചിക്കുന്ന രീതിയിൽ ഇങ്ങനെ കൊണ്ടുവിടുന്നത്. ആന്നോ? ഇതെന്റെ ഫസ്റ്റ് മൂവിയാണ്. ആ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടല്ലേ, ഡെബ്യൂ മൂവിയാണ്. ഇതിനകത്ത് എന്റെ ക്യാരക്ടറിന്റെ പേര് ശ്രീകുട്ടി എന്ന്. ഈ ഒരു മൂവിയുടെ ഒരു ചെറിയൊരു ഇമ്പോർട്ടന്റ് ഭാഗം. ചെറിയൊരു കൂടുതൽ പറയാൻ പറ്റാത്ത ക്യാരക്ടറാണ്, അതുകൊണ്ടല്ലേ. ഓക്കെ, നമുക്ക് അധികം റിവീൽ ചെയ്യേണ്ട, സിനിമ ആണ് എല്ലാവരും. അപ്പോൾ ഈ ശ്രീകുട്ടീന് എങ്ങനെ ഭയങ്കര ആക്റ്റീവ് ലൈവ് അങ്ങനത്തെ ഒരു ടൈപ്പാണോ, അതോ ഭയങ്കര സീരിയസ് ആയ ഒരു ക്യാരക്ടറാണ് കാണിക്കുന്നത്? ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്ന +2 പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു ലവർ ഒക്കെ ഉണ്ട്, സ്നേഹിച്ച് പ്രേമിച്ച് നടക്കുന്ന ഒരു പാവം സ്കൂൾ കുട്ടി. പാവമാണ്. എല്ലാം ഒപ്പിച്ച ആളാണ് ഈ സിനിമ സിനിമ പറയാ എന്തൊക്കെയാണ് ഒപ്പിച്ച് വെച്ചേക്കണെന്നുള്ളത്.